കേരളത്തിൽ 72 സീറ്റ് നേടി, 72 മുതൽ 77 സീറ്റ് നേടി ഒരു ഫോട്ടോ ഫിനിഷിൽ UDF അധികാരത്തിലെത്താം. എന്നാൽ തൊട്ടു പിന്നാലെ 62 മുതൽ 67 സീറ്റ് വരെ നേടി LDF തൊട്ട് പിറകെയുണ്ട്. BJPക്ക് 1 മുതൽ 4 സീറ്റ് വരെ ലഭിക്കാമെന്നുള്ളതാണ്. ഒരു തരംഗം ഏതെങ്കിലും ഒരു മുന്നണിക്കോ ഏതെങ്കിലും ഒരു പാർട്ടിക്കോ അനുകൂലമായി പ്രകടമാകുന്നില്ല എന്നുള്ളത് യഥാർത്ഥമായിട്ടുള്ള വസ്തുതയാണ്. നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെയും സാധ്യതകൾ ഒരുമിച്ച് വളരെ പെട്ടെന്ന് നോക്കുന്ന ഒരു വീഡിയോ ആണ്. രാഷ്ട്രീയപരമായി ആരെയെങ്കിലും അനുകൂലിക്കാനോ ആരെയെങ്കിലും എതിർക്കാനോ ഉള്ളതല്ല ഇത്. ഒരു അക്കാദമിക് പരിസരത്ത് നിന്നുകൊണ്ട് ഗവേഷണ തൽപരതയോടുകൂടി ഞങ്ങൾ ഓരോ മണ്ഡലത്തെയും സസൂക്ഷ്മം വീക്ഷിച്ച് നടത്തിയ ഒരു അവലോകനം മാത്രമാണിത്. ജില്ല തിരിച്ചുകൊണ്ട്, ഓരോ ജില്ലയും തിരിച്ചുകൊണ്ട് ഓരോ മണ്ഡലത്തിലും ആർക്കാണ് വിജയ സാധ്യത, ആ മണ്ഡലത്തിലെ മത്സരം ഏത് രീതിയിലാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഓരോ മണ്ഡലത്തിൻ്റെയും വോട്ടിംഗ് പാറ്റേൺ, ആ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം, ആ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ മികവ്, ആ മണ്ഡലത്തിലെ സിറ്റിംഗ് MLA നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം വിലയിരുത്തിയിട്ടാണ് ഓരോ മണ്ഡലത്തിൻ്റെയും ജയസാധ്യതകൾ നമ്മൾ കണക്കാക്കുന്നത്. കാസർഗോഡ് ജില്ല നോക്കാം. കാസർഗോഡ് ജില്ലയിൽ 5 മണ്ഡലങ്ങൾ. മഞ്ചേശ്വരം, അവിടെ UDFന് വേണ്ടി AKM അഷ്റഫ് മത്സരിക്കുന്നു. CPMന് വേണ്ടി KR ജയാനന്ദ, BJPക്ക് വേണ്ടി K സുരേന്ദ്രൻ. വാശിയേറിയ മത്സരം നടക്കുന്നതെങ്കിലും ആ മണ്ഡലത്തിൽ UDF ജയിച്ചു കയറാനാണ് സാധ്യത. കാസർഗോഡ് മണ്ഡലത്തിൽ മുസ്ലിം ലീഗിൻ്റെ കല്ലട മായിൻ ഹാജി, LDF സ്വതന്ത്രനായി ഷാനവാസ് പാദൂർ, BJPക്ക് വേണ്ടി ML അശ്വനി. ആ മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് ജയിക്കാനാണ് സാധ്യത. ഉദുമ മണ്ഡലത്തിൽ CPMന് വേണ്ടി CH കുഞ്ഞമ്പു മത്സരിക്കുന്നു. കോൺഗ്രസിന് വേണ്ടി K നീലകണ്ഠൻ മത്സരിക്കുന്നു. BJPക്ക് വേണ്ടി M മനുലാൽ. ഉദുമ മണ്ഡലത്തിൽ CH കുഞ്ഞമ്പു ജയിക്കാനാണ് സാധ്യത. കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ CPIയുടെ സീറ്റാണ്. CPIക്ക് വേണ്ടി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ മത്സരിക്കുന്നു. കേരള കോൺഗ്രസിന് വേണ്ടി ഷൈജി ഓട്ടപ്പള്ളി, BJPക്ക് വേണ്ടി M ബൽരാൻ. കാഞ്ഞങ്ങാട് LDFന്റെ ഉറച്ച കോട്ടയാണ്. അവിടെ CPI സ്ഥാനാർത്ഥി ജയിക്കാനാണ് സാധ്യത. തൃക്കരിപ്പൂരിൽ CPMന്റെ VPP മുസ്തഫ മത്സരിക്കുന്നു. കോൺഗ്രസിന് വേണ്ടി സന്ദീപ് വാര്യർ മത്സരിക്കുന്നു. BJP അത് NDA 2020 കൊടുത്ത സീറ്റ് രവി കുളങ്ങര മത്സരിക്കുന്നു. തൃക്കരിപ്പൂർ LDF ജയിച്ചു കയറും. കാസർകോട്ടെ 5 മണ്ഡലങ്ങളിൽ 3 മണ്ഡലം LDFനും 2 മണ്ഡലം കാസർഗോഡ് മണ്ഡലവും മഞ്ചേശ്വരവും UDFനും. 5 മണ്ഡലം എടുക്കുമ്പോൾ 3 LDF 2 UDF. കണ്ണൂർ ജില്ലയിൽ 11 മണ്ഡലങ്ങളാണുള്ളത്. അവിടെ ആദ്യത്തെ മണ്ഡലം പയ്യന്നൂർ മണ്ഡലം. പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയം നടക്കുന്ന ഒരു മണ്ഡലം. അവിടെ CPMന് വേണ്ടി TI മധുസൂദനൻ സിറ്റിംഗ് MLA മത്സരിക്കുന്നു. CPMൽ നിന്ന് പോന്ന് UDFന്റെ സ്വതന്ത്രരായി മത്സരിക്കുന്ന V കുഞ്ഞികൃഷ്ണനാണ് അവിടെ UDFന്റെ സ്ഥാനാർത്ഥി. BJPക്ക് വേണ്ടി AP ഗംഗാധരൻ മത്സരിക്കുന്നു. പയ്യന്നൂരിൽ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവാദമൊന്നും വലിയ പ്രശ്നമാവില്ല. പയ്യന്നൂരിൽ TI മധുസൂദനൻ ജയിച്ചു കയറും. കല്യാശ്ശേരി CPMന്റെ ഉറച്ച മണ്ഡലമാണ്. അവിടെ M വിജിൻ ജയിച്ചു കയറും. തളിപ്പറമ്പ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ PK ശ്യാമള ടീച്ചർ മത്സരിക്കുന്ന മണ്ഡലം. അവിടെയും ഈ വിഷയങ്ങളൊന്നും CPMന്റെ വിജയത്തെ ബാധിക്കില്ല. PK ശ്യാമള ടീച്ചർ അവിടെ ജയിച്ചു കയറും. ഇരിക്കൂർ കോൺഗ്രസിന്റെ മണ്ഡലമാണ്. അവിടെ കോൺഗ്രസിന്റെ MLA സജി ജോസഫ് തുടർച്ചയായി ജയിക്കുന്ന മണ്ഡലമാണ്. അവിടെ ഇരിക്കൂരിൽ സജി ജോസഫിന് വെല്ലുവിളിയാകാൻ അവിടെ ആർക്കും കഴിയില്ല. സജി ജോസഫ് ഇരിക്കൂരിൽ വിജയിച്ചു കയറും. അഴീക്കോട് ശക്തമായ മത്സരം നടക്കുന്നുവെങ്കിലും അഴീക്കോട് CPMന്റെ KV സുമേഷ് അവിടെ ജയിച്ചു കയറും. കണ്ണൂർ വളരെ ഉദ്വേഗജനകമായ മത്സരം നടക്കുന്നതാണ്. വളരെ സീനിയർ നേതാവായിട്ടുള്ള കടന്നപ്പള്ളി രാമചന്ദ്രൻ തുടർച്ചയായി ജയിക്കുന്ന മണ്ഡലമാണ്. അവിടെ കോൺഗ്രസിൻ്റെ TO മോഹനൻ കടന്നപ്പള്ളി രാമചന്ദ്രനെ വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ആ മണ്ഡലം UDF തിരിച്ചുപിടിക്കും. കണ്ണൂരിൽ UDFന്റെ TO മോഹനൻ ജയിക്കും. ധർമ്മടത്ത് സാക്ഷാൽ പിണറായി വിജയൻ മത്സരിക്കുന്നു. യാതൊരു വെല്ലുവിളിയുമില്ല. പിണറായി വിജയൻ വിജയിച്ചു കയറുന്നു. തലശ്ശേരി CPMന്റെ സിറ്റിംഗ് സീറ്റാണ്. ശക്തമായ മണ്ഡലമാണ്. തലശ്ശേരിയിൽ കാരായി രാജൻ ജയിച്ചു കയറും. കൂത്തുപറമ്പ് വലിയ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. അവിടെ RJDക്ക് വേണ്ടി PK പ്രവീൺ മത്സരിക്കുന്നു. മുസ്ലിം ലീഗിന് വേണ്ടി വയനാട്ടിൽ നിന്ന് ജയന്തി രാജൻ എത്തുന്നു. BJPക്ക് വേണ്ടി G ഷിജിലാൽ എത്തുന്നു. ഈ മണ്ഡലം നമ്മളൊരു ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റുവാണ്. അത് അവസാനം നമ്മൾ പറയും. അപ്പോൾ കൂത്തുപറമ്പ് മണ്ഡലം നമ്മൾ ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റുവാണ്. ഹോട്ട്സ്പോട്ടിലെ മണ്ഡലങ്ങൾ ഏറ്റവും അവസാനമായിരിക്കും പറയാം.
മട്ടന്നൂർ ശൈലജ ടീച്ചർ 60,000 വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ വിജയിച്ച മണ്ഡലം. അവിടെ DYFIയുടെ നേതാവ് സി പി എമ്മിൻ്റെ VK സനോജ് മത്സരിക്കുന്നു. VK സനോജ് അവിടെ മട്ടന്നൂരിൽ ജയിച്ചു കയറും. പേരാവൂർ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും KK ശൈലജ ടീച്ചറും തമ്മിലുള്ള ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലം. അവിടെ ഏറ്റവും ഒടുവിൽ ശക്തമായ മത്സരത്തിനൊടുവിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ സണ്ണി ജോസഫ് അവിടെ ജയിച്ചു കയറും. അങ്ങനെ നോക്കുമ്പോൾ കണ്ണൂർ ജില്ലയിലെ 11 മണ്ഡലങ്ങളിൽ 7 മണ്ഡലങ്ങൾ LDF വളരെ ഈസിയായി വിജയിച്ചു കയറുമ്പോൾ UDFന് പേരാവൂരും കണ്ണൂരും ഇരിക്കൂർ 3 മണ്ഡലങ്ങളാണുള്ളത്. കൂത്തുപറമ്പ് നമ്മൾ ഹോട്ട് സീറ്റിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ 11 സീറ്റിൽ 7 സീറ്റ് LDFനും 3 സീറ്റ് UDFനും 1 സീറ്റ് ഹോട്ട്സ്പോട്ടിലുമാണ് കിടക്കുന്നത്. ആ ഹോട്ട്സ്പോട്ടിൽ കിടക്കുന്ന മണ്ഡലം എന്ന് പറയുന്നത് കൂത്തുപറമ്പാണ്. കൂത്തുപറമ്പ് നമ്മൾ അവസാനം നമ്മൾ സംസാരിക്കും. വയനാട് ജില്ലയിലെ 3 മണ്ഡലങ്ങൾ. അവിടെ മാനന്തവാടി എടുത്തു നോക്കുകയാണെങ്കിൽ മാനന്തവാടിയിൽ മന്ത്രി OR കേളു മത്സരിക്കുന്നു. കോൺഗ്രസിന് വേണ്ടി ഉഷ വിജയൻ മത്സരിക്കുന്നു. BJPക്ക് വേണ്ടി P ശ്യാംരാജ് മത്സരിക്കുന്നു. ആ മാനന്തവാടി മണ്ഡലം നമ്മൾ ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റിവെക്കുകയാണ്. സുൽത്താൻ ബത്തേരി കോൺഗ്രസിൻ്റെ IC ബാലകൃഷ്ണൻ, CPMൻ്റെ MS വിശ്വനാഥൻ, അവിടെ IC ബാലകൃഷ്ണൻ വിജയിച്ചു കയറും. കൽപ്പറ്റയിൽ കോൺഗ്രസിൻ്റെ T സിദ്ദിഖ്, RJDയുടെ PK അനിൽകുമാർ, BJPയുടെ പ്രശാന്ത് മലവയിൽ, കൽപ്പറ്റയിൽ T സിദ്ദിഖ് വിജയിച്ചു കയറും. അങ്ങനെ വയനാട്ടിലെ 3 മണ്ഡലങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ UDFന് 2, LDFൻ്റെ കയ്യിലിരിക്കുന്ന മാനന്തവാടി മണ്ഡലം നമ്മൾ ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ 13 മണ്ഡലങ്ങൾ. ആ 13 മണ്ഡലങ്ങളിൽ ആദ്യത്തെ വടകര UDF KK രമ വിജയിച്ചു കയറും. കുറ്റ്യാടിയിൽ വളരെ ശക്തമായ മത്സരം നടക്കുന്നു. CPMൻ്റെ KP കുഞ്ഞാമത് കുട്ടിയും ലീഗിൻ്റെ പാറക്കൽ അബ്ദുള്ളയാണ്. കുറ്റ്യാടിയിൽ പാറക്കൽ അബ്ദുള്ള വിജയിച്ചു കയറും. നാദാപുരത്ത് വലിയ മത്സരം നടക്കുന്നു. CPI കൗൺസിൽ അംഗം, CPIയുടെ കേരള മഹിളാ സംഘം സംസ്ഥാന അധ്യക്ഷൻ സത്യൻ മൊകേരി MLAയുടെ ഭാര്യ കൂടിയായിട്ടുള്ള P വസന്തവും കോൺഗ്രസിൻ്റെ യുവമുഖമായിട്ടുള്ള KM അഭിജിത്തും തമ്മിലുള്ള മത്സരം. നാദാപുരത്ത് നമ്മൾ ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റുന്നില്ല. നാദാപുരത്ത് അഭിജിത്ത് വിജയിച്ചു കയറും. KM അഭിജിത്ത് വിജയിച്ചു കയറും. കൊയിലാണ്ടിയിൽ ഇതുപോലെ വലിയ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ CPMൻ്റെ മുൻ MLA K ദാസനും കോൺഗ്രസിൻ്റെ കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺ കുമാറും തമ്മിലാണ് ശക്തമായ മത്സരം. ആ മണ്ഡലം നമ്മൾ ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റുകയാണ്. പേരാമ്പ്രയിൽ വലിയ മത്സരം നടക്കുന്നു. വലിയ വിവാദങ്ങൾ നടക്കുന്ന, അനൗൺസ്മെന്റ് വിവാദമൊക്കെ നടക്കുന്ന ഒരു മണ്ഡലമാണ് പേരാമ്പ്ര. ആ പേരാമ്പ്രയിൽ CPMൻ്റെ ശക്തനായ നേതാവ് TP രാമകൃഷ്ണനും ലീഗിന് വേണ്ടി ഫാത്തിമ തഹ്ലിയുമാണ് മത്സരിക്കുന്നത്. വലിയ വിഷയങ്ങൾ, വലിയ വിവാദങ്ങൾ ആ മണ്ഡലത്തിൽ കത്തി നിൽക്കുന്നുണ്ടെങ്കിലും TP രാമകൃഷ്ണൻ അവിടെ ജയിച്ചു കയറുന്നു. പേരാമ്പ്ര നമ്മൾ ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റുന്നില്ല. ബാലുശ്ശേരി CPMൻ്റെ ഉറച്ച കോട്ടയാണ്. അവിടെ CPMൻ്റെ KM സച്ചിൻ ദേവ് വിജയിച്ചു കയറും. എലത്തൂർ മന്ത്രി AK ശശീന്ദ്രൻ മത്സരിക്കുന്ന മണ്ഡലം. അവിടെ കോൺഗ്രസിന് വേണ്ടി വിദ്യാ ബാലകൃഷ്ണനാണ്. എലത്തൂർ നമ്മൾ ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റുകയാണ്. കോഴിക്കോട് നോർത്ത് തോട്ടത്തിൽ രവീന്ദ്രൻ അവിടെ CPMന് വേണ്ടി മത്സരിക്കുന്നു. കോൺഗ്രസിന് വേണ്ടി ജയന്ത് മത്സരിക്കുന്നു. BJPക്ക് വേണ്ടി നവ്യ ഹരിദാസ് മത്സരിക്കുന്നു. ഈ മണ്ഡലം ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റുകയാണ്. കോഴിക്കോട് സൗത്ത് അവിടെ മന്ത്രി അഹമ്മദ് ദേവർകോവിലാണ് CPMന് വേണ്ടി മത്സരിക്കുന്നത്. മുസ്ലിം ലീഗിന് വേണ്ടി VK ഫൈസൽ ബാബു, BJPക്ക് വേണ്ടി T റനീഷ്. കോഴിക്കോട് സൗത്തിൽ മുസ്ലിം ലീഗിൻ്റെ VK ഫൈസൽ ബാബു ജയിച്ചു കയറും. ബേപ്പൂർ വളരെ കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം. PV അൻവർ UDFന് വേണ്ടി മത്സരിക്കുന്നു. മന്ത്രി PA മുഹമ്മദ് റിയാസ് CPMന് വേണ്ടി മത്സരിക്കുന്നു. CPMൻ്റെ ഉറച്ച കോട്ട. ബേപ്പൂരും നമ്മൾ ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റുന്നു. അവസാനം സംസാരിക്കാൻ വേണ്ടി മാറ്റുന്നു. കുന്നമംഗലം LDFന് വേണ്ടി LDF സ്വതന്ത്രനായിരുന്ന PT റഹീം അവിടെ മത്സരിക്കുന്നു. സിറ്റിംഗ് MLA ആണ്. തുടർച്ചയായിട്ട് ജയിച്ചു വരുന്നു. മുസ്ലിം ലീഗിന് വേണ്ടി MA റസാഖ് മാസ്റ്റർ മത്സരിക്കുന്നു. BJPക്ക് വേണ്ടി VK സജീവൻ മത്സരിക്കുന്നു. അവിടെ കുന്നമംഗലം UDF മുസ്ലിം ലീഗ് തിരിച്ചുപിടിക്കുന്നു. MA റസാഖ് മാസ്റ്റർ ജയിക്കുന്നു. കൊടുവള്ളിയിൽ PK ഫിറോസ് മുസ്ലിം ലീഗിന് വേണ്ടി മത്സരിക്കുന്നു. LDFന് വേണ്ടി സലീം മടവൂരാണ് മത്സരിക്കുന്നത്. കൊടുവള്ളി ലീഗ് പിടിച്ചെടുക്കുന്നു. അവിടെ PK ഫിറോസ് വിജയിച്ചു കയറുന്നു. തിരുവമ്പാടി CPMൻ്റെ ലിൻഡോ ജോസഫ് അവിടെ സിറ്റിംഗ് MLA ആണ്. ലിൻഡോ ജോസഫ് അവിടെ ജയിച്ചു കയറുന്നു.
അങ്ങനെ കോഴിക്കോടിന്റെ 13 മണ്ഡലം എടുത്തു നോക്കുകയാണെങ്കിൽ UDF 6 മണ്ഡലങ്ങളിൽ ജയിച്ചു കയറാനുള്ള സാധ്യതയുണ്ട്. LDF 3 മണ്ഡലങ്ങളാണ് ജയിച്ചു കയറാനുള്ള ഷുവർ സീറ്റായി നമ്മൾ കണക്കാക്കുന്നതെങ്കിലും 4 മണ്ഡലങ്ങൾ അവിടെ ഹോട്ട് സീറ്റിലുണ്ട്. ആ 4 മണ്ഡലങ്ങളും CPM സിറ്റിംഗ് സീറ്റുകളാണ്. അത് അവസാനം നോക്കാം. മലപ്പുറം ജില്ല UDF വളരെ സ്വാധീനമുള്ള, UDF എന്ന് പറയുമ്പോൾ ലീഗിന്റെ ഉറച്ച കോട്ടകളുള്ള മണ്ഡലം. UDF ഒരുപക്ഷെ ഭരണത്തിലേക്ക് ഏറുകയാണെങ്കിൽ, UDF ഭരണം പിടിക്കുകയാണെങ്കിൽ അതിൽ നിർണായകമായ സ്വാധീനം മലപ്പുറം ജില്ലക്കായിരിക്കും. മലപ്പുറം ജില്ലയിൽ ലീഗ് പിടിക്കുന്ന മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും, പിൻബലത്തിലായിരിക്കും UDF ഭരണം തിരിച്ചു പിടിക്കുകയാണെങ്കിൽ ഭരണം തിരിച്ചു പിടിക്കും. മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി, അവിടെ മുസ്ലിം ലീഗിന്റെ TP അഷ്റഫ് അലി ജയിച്ചു കയറും. ഏറനാട് മുസ്ലിം ലീഗിന്റെ PK ബഷീർ വിജയിച്ചു കയറും. നിലമ്പൂർ, അവിടെ കോൺഗ്രസിന്റെ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു കയറാനാണ് സാധ്യത. അവിടെ LDF വേണ്ടി LDF സ്വതന്ത്രനായി യു ഷറഫ് അലി മത്സരിക്കുന്നു. അവിടെ ആര്യാടൻ ഷൗക്കത്തിന് ഒരു വെല്ലുവിളി ഉണ്ടാക്കാൻ LDF സ്വതന്ത്രൻ യു ഷറഫ് അലിക്ക് സാധിക്കില്ല. ആര്യാടൻ ഷൗക്കത്ത് തന്നെ അവിടെ ജയിച്ചു കയറും. വണ്ടൂരിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് AP അനിൽകുമാറാണ്. വണ്ടൂരിൽ AP അനിൽകുമാർ ജയിച്ചു കയറും. മഞ്ചേരിയിൽ അഡ്വക്കേറ്റ് M റഹമത്തുള്ളയാണ് മുസ്ലിം ലീഗിന് വേണ്ടി മത്സരിക്കുന്നത്. മഞ്ചേരിയിലും ലീഗ് സ്ഥാനാർത്ഥി വിജയിച്ചു കയറും. പെരിന്തൽമണ്ണ ചെറിയ ഭൂരിപക്ഷത്തിന് നജീബ് കാന്തപുരം ജയിച്ച മണ്ഡലമാണ്. പക്ഷേ ഇത്തവണ ചെറിയ ഭൂരിപക്ഷത്തിനല്ല, നല്ല മാർജിനിൽ തന്നെ മുസ്ലിം ലീഗിന്റെ നജീബ് കാന്തപുരം ജയിച്ചു കയറും. മങ്കട ലീഗിന്റെ മഞ്ഞളാംകുഴി അലി, അദ്ദേഹം ആദ്യം സ്വതന്ത്രനായിട്ട് വന്നതാണ്. അദ്ദേഹം ഒരു എന്റർപ്രണറാണ്, സിനിമാ നിർമ്മാതാവാണ്. മഞ്ഞളാംകുഴി അലി അവിടെ മങ്കടയിൽ ജയിച്ചു കയറും. മലപ്പുറത്ത് ലീഗിന്റെ സ്വന്തം കുഞ്ഞാപ്പ മത്സരിക്കുന്ന മണ്ഡലം. കേരളത്തിലെ ഏറ്റവും ഭൂരിപക്ഷം കഴിഞ്ഞ തവണ ശൈലജ ടീച്ചർക്കായിരുന്നു ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം മട്ടന്നൂർ നൽകിയതെങ്കിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിക്കാൻ പോകുന്നത് മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടിക്കായിരിക്കും. വേങ്ങര കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ തവണ മത്സരിച്ച മണ്ഡലമാണ്. ഇത്തവണ അത് KM ഷാജിക്ക് കൊടുത്തിരിക്കുന്നു. KM ഷാജിക്ക് ഒരു ഷുവർ സീറ്റ് കൊടുത്തിരിക്കുന്നു. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ തവണ KM ഷാജിക്ക് അഴീക്കോടാണ് കൊടുത്തിരുന്നത്. പക്ഷേ ഇത്തവണ എന്തായാലും മുസ്ലിം ലീഗ് ഒരു ഷുവർ സീറ്റ് KM ഷാജിക്ക് കൊടുത്തിരിക്കുന്നു. വേങ്ങരയിൽ ലീഗ് വിജയിച്ചു കയറും. അടുത്തത് വള്ളിക്കുന്നാണ്. വള്ളിക്കുന്നിൽ മുസ്ലിം ലീഗിന്റെ TV ഇബ്രാഹിം ജയിച്ചു കയറും. തിരൂരങ്ങാടി വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള മണ്ഡലമാണ്. പണ്ട് AK ആന്റണി ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച മണ്ഡലം. തിരൂരങ്ങാടിയിൽ UDF ലീഗിന്റെ PMS സമീർ വിജയിച്ചു കയറും. താനൂർ വലിയ മത്സരം നടക്കുന്നു. അവിടെ LDF സ്വതന്ത്രനായി T മുഹമ്മദ് സമീർ, മുസ്ലിം ലീഗിന്റെ PK നവാസ്. താനൂരിൽ കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്ന നമ്മുടെ സ്പോർട്സ് മിനിസ്റ്റർ V അബ്ദുറഹ്മാൻ താനൂരിൽ നിന്ന് തിരൂരിലേക്ക് മാറി. അവിടെ താനൂരിൽ മുസ്ലിം ലീഗിന്റെ PK നവാസ് വിജയിച്ചു കയറും. താനൂരിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താനൂരിൽ നിന്ന് മാറി V അബ്ദുറഹ്മാൻ മത്സരിക്കുന്ന മണ്ഡലമാണ് തിരൂർ. അവിടെ കുറുക്കോളി മൊയ്തീൻ ഹാജിയാണ് അവിടെ മുസ്ലിം ലീഗിന് വേണ്ടി മത്സരിക്കുന്നത്. അവിടെ സ്പോർട്സ് മിനിസ്റ്റർ അബ്ദുൾ റഹ്മാൻ പരാജയപ്പെടാനാണ് സാധ്യത. അവിടെ മുസ്ലിം ലീഗിന്റെ കുറുക്കോളി മൊയ്തീൻ അവിടെ വിജയിച്ചു കയറും. കോട്ടക്കലിൽ ലീഗിന്റെ ആബിദ് ഹുസൈൻ തങ്ങൾ വിജയിച്ചു കയറും. തവനൂരിൽ വാശിയേറിയ മത്സരം നടക്കുന്നു. മലപ്പുറം ജില്ലയിൽ വാശിയേറിയ മത്സരം നടക്കുന്ന 2 മണ്ഡലങ്ങൾ, അത് തവനൂരും പൊന്നാനിയുമാണ്. തവനൂരിൽ LDF വേണ്ടി KT ജലീലും കോൺഗ്രസിന് വേണ്ടി മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയും മത്സരിക്കുന്നു. ആ മണ്ഡലം നമ്മൾ ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റുകയാണ്. പൊന്നാനിയിൽ CPM വേണ്ടി അഡ്വക്കേറ്റ് MK സക്കീർ മത്സരിക്കുന്നു. കോൺഗ്രസിന് വേണ്ടി KP നൌഷാദ് അലി മത്സരിക്കുന്നു. തവനൂർ മാറ്റിവെച്ചതുപോലെ മലപ്പുറം ജില്ലയിൽ നിന്ന് പൊന്നാനി കൂടി നമ്മൾ ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റിവെക്കുകയാണ്. അപ്പോൾ മലപ്പുറം ജില്ലയിലെ 16 മണ്ഡലങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ UDF ലീഗ് 14 മണ്ഡലങ്ങളിലും വിജയിച്ചു കയറുന്നു. LDF അവിടെ ഒരു ഷുവർ സീറ്റ് എന്ന് പറയാനില്ല. പക്ഷെ മാറ്റിവെച്ചിരിക്കുന്ന 2 മണ്ഡലങ്ങൾ തവനൂരും പൊന്നാനിയും, ഈ 2 മണ്ഡലങ്ങളിലും LDF സാധ്യതയുണ്ട്. അത് അവസാനം നമുക്ക് പരിശോധിക്കാം. പാലക്കാട് ജില്ല നോക്കാം. പാലക്കാട് ജില്ല LDF ഭരണം നിലനിർത്തുകയാണെങ്കിൽ LDF 3 ജില്ലകളുടെ പിൻബലത്തിലായിരിക്കും LDF ഭരണം നിർത്താൻ പോകുന്നത്. അത് കണ്ണൂര്, പാലക്കാട്, തൃശ്ശൂർ. അത് മാത്രമല്ല പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകളിലെ നിലവിലുള്ള സീറ്റുകൾ വലിയ നഷ്ടം വരാതെ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമായിരിക്കും LDF ഭരണം നിലനിർത്താൻ കഴിയുക. പാലക്കാട് ജില്ലയിൽ 12 മണ്ഡലങ്ങളാണുള്ളത്.
ആദ്യത്തെ മണ്ഡലം നോക്കുകയാണെങ്കിൽ തൃത്താല. അവിടെ CPM മന്ത്രി MB രാജേഷ്, കോൺഗ്രസിന്റെ VT ബൽറാം, BJPയുടെ V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ മത്സരിക്കുന്നു. ശക്തമായ മത്സരം, പ്രവചനാതീതമായ മത്സരം നടക്കുന്നു. ആ മണ്ഡലം, തൃത്താല മണ്ഡലം ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റുകയാണ്. പട്ടാമ്പി മണ്ഡലത്തിൽ CPIയുടെ സീറ്റാണ്. അവിടെ മുഹമ്മദ് മോസിൻ മത്സരിക്കുന്നു. മുഹമ്മദ് മോസിൻ വിജയിച്ചു കയറും. അദ്ദേഹം CPIയുടെ സ്ഥാനാർത്ഥിയല്ല, CPMന്റെ സ്ഥാനാർത്ഥിയായിട്ട് തന്നെയാണ് അവിടെ എല്ലാവരും കണക്കാക്കുന്നത്. മുഹമ്മദ് മോസിൻ ജയിച്ചു കയറും. ഷൊർണൂർ, അവിടെ CPMന്റെ P മമ്മിക്കുട്ടി വിജയിച്ചു കയറും. ഒറ്റപ്പാലത്ത് CPMന്റെ ഉറച്ച മണ്ഡലമായി അവർ കണക്കാക്കുന്നു. അവിടെ അവിടുത്തെ ഒരു ഇത് PK ശശിയാണ് അവിടെ വന്നത്. PK ശശിയുടെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി ഈ തെരഞ്ഞെടുപ്പ് വരെ PK ശശിക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു കോൺഗ്രസ് പല ഘട്ടങ്ങളിലും സംസാരിച്ചിരുന്നത്. ഏറ്റവും ഒടുവിൽ LDF വിട്ടുവന്ന CPM വിട്ടുവന്ന PK ശശി അവിടെ സ്ഥാനാർത്ഥിയാക്കി. അവിടെ BJPക്ക് വേണ്ടി മേജർ രവി മത്സരിക്കുന്നു. അവിടെ വലിയ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയില്ല. PK ശശി തോൽക്കാനാണ് സാധ്യത. അഡ്വക്കേറ്റ് K പ്രേംകുമാർ CPM ആണ്. ഒറ്റപ്പാലം LDF നിലനിർത്തും. കോങ്ങാട് CPMന് വേണ്ടി അഡ്വക്കേറ്റ് ശാന്തകുമാരി ടീച്ചറും കോൺഗ്രസിന് വേണ്ടി തുളസി മത്സരിക്കുന്നു. VK ശ്രീകണ്ഠന്റെ ഭാര്യ തുളസി ടീച്ചർ മത്സരിക്കുന്നു. BJPക്ക് വേണ്ടി ഡോക്ടർ രേണു സുരേഷ്. കോങ്ങാട് CPMന്റെ അക്കൗണ്ടിലേക്ക് കണക്ക് കൂട്ടാമെങ്കിലും നിലവിൽ ഇപ്പോൾ നമ്മൾ കോങ്ങാട് അവിടെ ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റുകയാണ്. മണ്ണാർക്കാട് ലീഗിന്റെ അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ മത്സരിക്കുന്നു. അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ UDFന് ഭരണം കിട്ടുകയാണ്. തൃത്താലയിലെ VT ബൽറാം തോൽക്കുന്നു, MB രാജേഷ് ജയിക്കുന്നു. എന്നാൽ UDFന് ഭരണം കിട്ടുന്നുവെങ്കിൽ പാലക്കാട് നിന്ന് UDFന് മന്ത്രിയാക്കാൻ കഴിയുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ. ലീഗിന്റെ ഷംസുദ്ദീൻ മണ്ണാർക്കാട് ജയിച്ചു കയറും. മലമ്പുഴ, അവിടെ VSന്റെ സെക്രട്ടറി സുരേഷ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ആ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത. അവിടെ രണ്ടാം സ്ഥാനത്തുള്ള C കൃഷ്ണകുമാർ ഇപ്പോഴും BJPക്ക് വേണ്ടി മത്സരിക്കുന്നു. CPMന്റെ സിറ്റിംഗ് MLA A പ്രഭാകരൻ മത്സരിക്കുന്നു. അവിടെ മലമ്പുഴ CPMന്റെ ഉറച്ച കോട്ടയായിട്ട് തന്നെ തുടരും. A പ്രഭാകരൻ ജയിക്കും. പാലക്കാട് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം. CPM അവിടെ 3-ാം സ്ഥാനത്താണ്. NMR റസാഖ് അവിടെ 3-ാം സ്ഥാനത്തെത്തും. ഇവിടെ ആര് ജയിക്കുമെന്നുള്ളത് ഈ മണ്ഡലം ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റുകയാണ്. പാലക്കാട് ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റുകയാണ്. തരൂർ LDFന്റെ ഒരു സിറ്റിംഗ് സീറ്റായിട്ട് കണക്ക് കൂട്ടാം. അവിടെ PP സുമോദ്, തരൂർ CPMന്റെ PP സുമോദ് ജയിക്കും. ചിറ്റൂരിൽ നല്ല പോരാട്ടം നടക്കുന്നുണ്ട്. ചിറ്റൂർ മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ മണ്ഡലമാണ്. കൃഷ്ണൻകുട്ടി മത്സരിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ സന്നദ്ധ സഹചാരിയായ അഡ്വക്കേറ്റ് V മുരുകദാസാണ് LDFന് വേണ്ടി മത്സരിക്കുന്നത്. UDFന് വേണ്ടി പഴയ MLA അച്യുതന്റെ മകൻ സുമേഷ് അച്യുതൻ മത്സരിക്കുന്നു. ആ മണ്ഡലത്തിന്റെ സാധ്യത അവസാനം ഹോട്ട്സ്പോട്ടിൽ പറയാം. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പരിധിവരെ ഷുവർ സീറ്റുകൾ എന്ന് കണക്കാക്കാവുന്ന മണ്ഡലങ്ങളെ പറ്റിയിട്ടാണ്. ഹോട്ട്സ്പോട്ടിലായിരിക്കും നല്ല മത്സരം, പ്രവചനാതീതമായ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളെ പറ്റി പറയുന്നത്. നെന്മാറയിൽ CPMന്റെ K പ്രേമൻ, കോൺഗ്രസിന് വേണ്ടി A തങ്കപ്പൻ, BDGS ആണ് സീറ്റ്. നെന്മാറയിൽ CPMന്റെ K പ്രേമൻ വിജയിച്ചു കയറും. ആലത്തൂരിൽ സംശയത്തിനിടയില്ല, CPMന്റെ TM ശശി അവിടെ ജയിച്ചു കയറും. അപ്പോൾ പാലക്കാട് 12 മണ്ഡലങ്ങൾ എടുക്കുകയാണെങ്കിൽ 12 മണ്ഡലങ്ങളിൽ UDFന് ഒരു മണ്ഡലം മാത്രമാണ് ഈസി ആയിട്ട് ജയിച്ചു കയറാൻ സാധിക്കുമെന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാൻ പറ്റുക. അത് മണ്ണാർക്കാടാണ്. ലീഗ് മത്സരിക്കുന്നതാണ്. ബാക്കി 7 മണ്ഡലങ്ങൾ LDF ആണ് വളരെ പെട്ടെന്ന് ജയിച്ചു കയറാൻ സാധ്യതയുള്ളത്. അത് ആലത്തൂര്, നെന്മാറ, തരൂര്, മലമ്പുഴ, ഒറ്റപ്പാലം, ഷൊർണൂർ, പട്ടാമ്പി, ഇതെല്ലാം ഈ 7 മണ്ഡലങ്ങൾ CPM വിജയിച്ചു കയറും. 4 മണ്ഡലങ്ങൾ അത് കോങ്ങാട്, തൃത്താല, അതുപോലെ പാലക്കാട്, അതുപോലെ ചിറ്റൂർ. ഈ 4 മണ്ഡലങ്ങൾ ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റിവെച്ചു. അതിൻ്റെ സാധ്യതകൾ ഏറ്റവും അവസാനം പറയാം. അപ്പോൾ 12 മണ്ഡലത്തിൽ UDFന് 1 മാത്രമേ ഷുവർ സീറ്റായിട്ട് പാലക്കാട് നിന്ന് കിട്ടുന്നുള്ളൂ. ഷുവർ സീറ്റായി 7 സീറ്റ് ഇപ്പോൾ തന്നെയുണ്ട്. മാറ്റിവെച്ച 4 മണ്ഡലങ്ങളിലും CPMന് സാധ്യതയുള്ള മണ്ഡലങ്ങളാണ്. തൃശ്ശൂർ ജില്ലയിൽ 13 മണ്ഡലങ്ങളാണുള്ളത്. ആദ്യം പറയുന്നത് ചേലക്കരയിൽ UR പ്രദീപിന് വെല്ലുവിളി സൃഷ്ടിക്കാൻ LDFന് സാധിക്കില്ല. ചേലക്കര LDFന്റെ അക്കൗണ്ടിലേക്ക് വളരെ ഈസിയായി മാറ്റുകയാണ്. കുന്നംകുളത്ത് സിറ്റിംഗ് MLA AC മൊയ്തീൻ,
അദ്ദേഹത്തെയും വളരെ ഷുവർ സീറ്റായി കണക്കാക്കുകയാണ്. കുന്നംകുളം LDF-ന് അവിടെ AC മൊയ്തീൻ ജയിച്ചു കയറുന്നു. ഗുരുവായൂർ CPM-ന്റെ സിറ്റിംഗ് സീറ്റാണ്. CPM-ന് സാധ്യതയ്ക്ക് ഒരു കുറവുമില്ല. എന്നിരുന്നാലും അതൊരു സേഫ് മണ്ഡലമായി ഇപ്പം പരിഗണിക്കുന്നില്ല, അത് ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റുകയാണ്. മണലൂരിൽ വലിയ മത്സരം നടക്കുന്നുണ്ട്. കോൺഗ്രസിന് വേണ്ടി TN പ്രതാപൻ, CPM-ന് വേണ്ടി രവി മാഷ്, C രവീന്ദ്രനാഥ്, BJPക്ക് വേണ്ടി BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ KK അനീഷ് കുമാർ. വാശിയേറെ മത്സരം നടക്കുന്നുണ്ടെങ്കിലും മണലൂരിനെ നമ്മൾ ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റുന്നില്ല. മണലൂരിൽ TN പ്രതാപൻ ജയിച്ചു. വടക്കാഞ്ചേരി CPM-ന്റെ അക്കൗണ്ടിലേക്ക് മാറ്റാം. വടക്കാഞ്ചേരിയിൽ സേവിയർ ചിറ്റിലപ്പള്ളി ജയിച്ചു കയറും. ഒല്ലൂരിൽ CPI-യുടെ K രാജൻ ജയിച്ചു കയറും. മന്ത്രിയായിരുന്നു, അദ്ദേഹത്തിന് വലിയ എതിർപ്പുകളില്ല. ഒല്ലൂരിൽ K രാജൻ തന്നെ ജയിച്ചു കയറും. തൃശ്ശൂർ അവിടെ കോൺഗ്രസിന് വേണ്ടി രാജൻ പല്ലൻ പഴയ മേയറാണ്. BJPക്ക് വേണ്ടി കരുണാകരന്റെ മകൾ കോൺഗ്രസിൽ നിന്ന് മാറി BJPയിൽ മത്സരിക്കുന്നു, പൽപജ വേണുഗോപാൽ. CPIക്ക് വേണ്ടി ആലങ്കോട് ലീലാകൃഷ്ണൻ. ആ മണ്ഡലത്തിൽ വാശിയേറെ മത്സരം നടക്കുന്നു, ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്നു. അത് ഇപ്പോൾ ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റുകയാണ്. നാട്ടിക സിറ്റിംഗ് MLA CC മുകുന്ദൻ പാർട്ടി മാറി BJPക്ക് വേണ്ടി മത്സരിക്കുന്നു. മുൻ MLA ഗീതാഗോപി അവിടെ LDF-ന് വേണ്ടി മത്സരിക്കുന്നു. കോൺഗ്രസിന്റെ ജില്ലാ നേതാവ് സുനിൽ ആലൂർ മത്സരിക്കുന്നു. നാട്ടിക LDF-ന്റെ അക്കൗണ്ടിലേക്ക് ഷുവർ സീറ്റായി മാറ്റുകയാണ്. കയ്പമംഗലം CPI-യുടെ KK വത്സരാജ്, അത് കയ്പമംഗലം LDF-ന്റെ ഒരു ഷുവർ സീറ്റായി മാറ്റുകയാണ്. ഇരിങ്ങാലക്കുട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി CPM-ന്റെ R ബിന്ദു മത്സരിക്കുന്ന മണ്ഡലം. കേരള കോൺഗ്രസിനെ തുടർച്ചയായി മത്സരിക്കുന്ന തോമസ് ഉണ്ണിയാടൻ അവിടെ മത്സരിക്കുന്നു. ഇരിങ്ങാലക്കുട CPM-ന് അനുകൂലമാണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഇരിങ്ങാലക്കുട നമ്മൾ ഷുവർ സീറ്റായി കണക്കാക്കി LDF-ന് കൊടുക്കുന്നില്ല. ഇരിങ്ങാലക്കുട ഹോട്ട്സ്പോട്ടാക്കി മാറ്റുകയാണ്. പുതുക്കാട് KK രാമേന്ദ്രൻ, CPM-ന്റെ KK രാമേന്ദ്രൻ ജയിക്കും. അവിടെ കോൺഗ്രസ് തോൽക്കാനാണ് സാധ്യത. ചാലക്കുടി കോൺഗ്രസിന്റെ സിറ്റിംഗ് MLA സനീഷ് കുമാർ ജോസഫ് അവിടെ വിജയിച്ചു കയറും. കൊടുങ്ങല്ലൂരിൽ സിറ്റിംഗ് MLA VR സുനിൽകുമാർ തന്നെ ജയിച്ചു കയറും. അങ്ങനെ നോക്കുകയാണെങ്കിൽ തൃശ്ശൂരിലെ 13 മണ്ഡലങ്ങളിൽ UDF-ന് 2 മണ്ഡലങ്ങളാണ് ഷുവർ സീറ്റ് എന്ന് പറയാൻ സാധിക്കുന്നത്. അത് ചാലക്കുടിയും മണലൂരിൽ TN പ്രതാപനുമാണ്. എന്നാൽ LDF-ന് അവിടെ 8 മണ്ഡലങ്ങൾ ഷുവർ സീറ്റായി നിലവിലിപ്പോഴുണ്ട്. മാറ്റിവെച്ചിരിക്കുന്ന ഗുരുവായൂർ, തൃശ്ശൂർ, ഇരിങ്ങാലക്കുട മണ്ഡലങ്ങളിൽ തൃശ്ശൂർ ഒഴികെ ഗുരുവായൂരും ഇരിങ്ങാലക്കുടയും CPM-ന് സാധ്യതയുണ്ട്. അതായത് 10 സീറ്റ് വരെ, 13 സീറ്റിൽ 10 സീറ്റ് വരെ LDF-ന് തൃശ്ശൂരിൽ നിന്ന് എടുക്കാൻ കഴിയും. എറണാകുളം ജില്ലയിൽ 14 മണ്ഡലങ്ങളാണ്. പെരുമ്പാവൂരിലെ വിഷയങ്ങളൊന്നും കോൺഗ്രസിന്റെ വിജയത്തെ ബാധിക്കില്ല. അവിടെ മനോജ് മൂത്തേടൻ ജയിച്ചു കയറും. അങ്കമാലിയിൽ ഒബ്വിയസ്ലി റോജി M ജോൺ, അവിടെ CPM-ന്റെ സാജു പോൾ നല്ല സ്ഥാനാർത്ഥിയാണ്. സാജു പോളിനെ പെരുമ്പാവൂരിൽ നിർത്താമായിരുന്നു, പക്ഷെ അങ്കമാലിയിലാണ് നിർത്തിയത്. റോജി M ജോൺ അവിടെ ജയിച്ചു കയറും. ആലവയിൽ അൻവർ സാദത്ത് ജയിച്ചു കയറും. UDF-ന്റെ അക്കൗണ്ടിലേക്ക് ഷുവർ സീറ്റായി പരിഗണിക്കാം. കളമശ്ശേരിയിൽ P രാജീവിന് വലിയ അനുകൂലമുള്ള മത്സരമാണ്. P രാജീവിന് കളമശ്ശേരിയിൽ നടക്കുന്നതെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ കളമശ്ശേരി ഒരു ഷുവർ സീറ്റായി LDF-ന്റെ അക്കൗണ്ടിലേക്ക് ഇപ്പോൾ മാറ്റുന്നില്ല. അവസാനം നമ്മൾക്കത് സംസാരിക്കാം. പറവൂര് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മത്സരം. ടൈസൺ മാസ്റ്ററാണ് CPIക്ക് വേണ്ടി മത്സരിക്കുന്നത്. ഒരുപക്ഷെ VD സതീശൻ അല്ല എങ്കിൽ ടൈസൺ മാസ്റ്റർ ജയിക്കും. പക്ഷെ VD സതീശന്റെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ടൈസൺ മാസ്റ്റർക്ക് പറവൂരിൽ തോൽപ്പിക്കാൻ കഴിയില്ല. പറവൂർ UDF-ന്റെ ഒരു ഷുവർ സീറ്റാക്കി മാറ്റുന്നു. വൈപ്പനിൽ വലിയ മത്സരം നടക്കുന്നുണ്ട്. അവിടെ CPM-ന് വേണ്ടി അഡ്വക്കേറ്റ് MB ഷൈനി, പഴയ തീപ്പൊരി നേതാവാണ്. UDF-ന് വേണ്ടി പഴയ മേയർ ടോണി ചമ്മണി മത്സരിക്കുന്നു. അവരുടെ വലിയ മത്സരം നടക്കുന്നുണ്ട്. വൈപ്പിൻ LDF-ന് കിട്ടിയേക്കാം, പക്ഷേ നിലവിൽ ഷുവർ സീറ്റിലേക്ക് മാറ്റുന്നില്ല, അത് ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റുകയാണ്. കൊച്ചിയിലും ഇതുപോലെ തന്നെ വലിയ മത്സരം നടക്കുകയാണ്. അവിടെ സിറ്റിംഗ് MLA KJ മാക്സിക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ്. അവിടെ കോൺഗ്രസിന് അവസാനമാണ് ദീപ്തി മേരി പേരൊക്കെ വന്നതിന് ശേഷം മുഹമ്മദ് ഷിയാസ്, PCC പ്രസിഡന്റ്, വളരെ ഊർജ്ജസ്വലനായുള്ള നേതാവ് മുഹമ്മദ് ഷിയാസ് മത്സരിക്കുന്നു. അവിടുത്തെ ഒരു വിഷയം 2020-ക്ക് വേണ്ടി സേവിയർ ജൂലപ്പൻ മത്സരിക്കുന്നു. സേവിയർ ജൂലപ്പൻ ആരുടെ വോട്ടാണ് എടുക്കുക എന്നുള്ളത് വലിയ വിഷയമാണ്. കൊച്ചിയിൽ
ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റുകയാണ്. അവിടെ KJ മാക്സിക്ക് സാധ്യതയുണ്ടെങ്കിലും ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റുകയാണ്. തൃപ്പൂണിത്തറ കോൺഗ്രസിന് വേണ്ടി ദീപക് ജോയ് മത്സരിക്കുന്നു. CPM-ന് വേണ്ടി വൈപ്പിൽ നിന്ന് വന്ന് രണ്ടുപേരും വൈപ്പിൽ മത്സരിച്ച ആളുകളാണ്. CPM-ന് വേണ്ടി ഉണ്ണികൃഷ്ണൻ, 2020-ക്ക് വേണ്ടി അഞ്ജലി നായർ. അവിടെ നഗരസഭ തൃപ്പൂണിത്തറ BJP മത്സരിക്കുന്നതാണ്. BJPയുടെ കരുത്തുറ്റ സാരഥി വരുമെന്നാണ് അവിടുത്തെ BJP പ്രവർത്തകർ വിചാരിച്ചത്. അവിടെ 2020-ക്ക് ഉറച്ച വെച്ച് ശക്തമായ BJPയുടെ സീറ്റ് കൊടുത്തു. അതിൻ്റെ പ്രതിഷേധം അവിടെ ആളുകൾക്ക് ഇപ്പോഴും ഉണ്ട്. അത് കെട്ടടങ്ങിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തൃപ്പൂണിത്തറ വളരെ ടൈറ്റ് മത്സരം നടക്കുന്നുവെങ്കിലും ആ സീറ്റ് ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റുന്നില്ല. നമ്മൾ മണലൂർ ചെയ്തതുപോലെ, മണലൂർ ശക്തമായ മത്സരം നടക്കുന്നുണ്ടെങ്കിലും അത് UDF-ന്റെ അക്കൗണ്ടിലേക്ക് കൊടുത്തതുപോലെ കോൺഗ്രസിന്റെ ദീപക് ജോയ്ക്ക് തൃപ്പൂണിത്തറ വിജയിച്ച് കയറാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. എറണാകുളത്ത് CPM-ന്റെ സാബു ജോർജ്, LDF-ന്റെ സാബു ജോർജ് നല്ല സ്ഥാനാർത്ഥിയാണ് എങ്കിലും എറണാകുളത്ത് TJ വിനോദ് തന്നെ ജയിച്ചു കയറാനാണ് സാധ്യത. തൃക്കാക്കരയിൽ ഉമാ തോമസിനെ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എങ്കിലും ഉമാ തോമസിനെ മാത്രമായി മാറ്റി നിർത്തിയില്ല. ഉമാ തോമസിന് സീറ്റ് കൊടുക്കുന്നു. തൃക്കാക്കര UDF-ന്റെ ഉറച്ച മണ്ഡലമാണ്. തൃക്കാക്കരയിൽ ഉമാ തോമസ് ജയിച്ചു കയറുന്നു. കുന്നത്തുനാട് കഴിഞ്ഞ തവണത്തെ MLA അവിടെ ഒരു അട്ടിമറി നടക്കാൻ പോവുകയാണ്. അവിടെ PV ശ്രീനിജനെ തോൽപ്പിച്ച് VP സജീന്ദ്രൻ ജയിക്കാനാണ് സാധ്യത. കുന്നത്തുനാട് UDF-ന്റെ കോട്ടയിലേക്ക് കൊടുക്കുന്നു, അക്കൗണ്ടിലേക്ക് കൊടുക്കുന്നു. പിറവത്ത് അനൂപ് ജാക്കബ് ജയിച്ചു കയറും. മൂവാറ്റുപുഴയിൽ മാത്യു കുഴൽനാടൻ ജയിച്ചു കയറും. കോതമംഗലത്ത് അവിടെ വലിയ മത്സരം നടക്കുന്നുണ്ട്. അവിടെ CPM-ന്റെ സിറ്റിംഗ് MLA ആന്റണി ജോൺ, കേരള കോൺഗ്രസ് ജോസഫിന് വേണ്ടി ഷിബു തെക്കുമുറ, ആ മണ്ഡലം നമ്മൾ ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അവിടെ 4 മണ്ഡലങ്ങളാണ് നമ്മൾ ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റുന്നത്. കൊച്ചിയും വൈപ്പിനും കോതമംഗലവും കളമശ്ശേരിയും. ഈ 4 സീറ്റും CPM-ന്റെ LDF-ന്റെ കയ്യിലിരിക്കുന്ന സീറ്റാണ്. ഇപ്പോഴും അവിടെ സാധ്യതയുണ്ട്. എന്നാൽ നമ്മളത് UDF-നോ LDF-നോ കൊടുക്കാതെ ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് തീർച്ചയായിട്ടും കിട്ടും, ഒരു 90% കിട്ടുമെന്നുള്ള മണ്ഡലങ്ങളാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. ഇടുക്കിയിൽ 5 മണ്ഡലങ്ങളാണുള്ളത്. അതിൽ ദേവികുളത്ത് CPM-ന്റെ രാജ തന്നെ ജയിച്ചു കയറും. ഉടുമ്പൻചോല വലിയ മത്സരം നടക്കുന്നു. CPM-ന്റെ KK ജയചന്ദ്രൻ, കോൺഗ്രസിന് വേണ്ടി സേനാപതി വേണു, BDJH-ന് വേണ്ടി സംഗീത വിശ്വനാഥൻ, അത് നമ്മൾ ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റുകയാണ്. തൊടുപുഴ, അവിടെ അപ്പു ജോൺ ജോസഫ്, PJ ജോസഫിൻ്റെ മകൻ മത്സരിക്കുന്നു. തൊടുപുഴയിൽ UDF ജയിച്ചു കയറും, അപ്പു അവിടെ ജയിച്ചു കയറും. ഇടുക്കിയിൽ വലിയ അട്ടിമറി നടക്കുകയാണ്, വലിയ അട്ടിമറി. അവിടെ കേരള കോൺഗ്രസിൻ്റെ മന്ത്രി റോഷി അഗസ്റ്റിൻ അവിടെ തോൽക്കാനാണ് സാധ്യത. കോൺഗ്രസിൻ്റെ റോയ് K പൗലോസ് അവിടെ ജയിച്ചു കയറും. പീരുമേട് ഇതുപോലെ തന്നെ, പീരുമേട് CPI-യുടെ സീറ്റാണ്. അവിടെ കോൺഗ്രസിൻ്റെ UDF-ന്റെ സിറിയക് തോമസ് ജയിച്ചു കയറും. അങ്ങനെ നോക്കുകയാണെങ്കിൽ 5 മണ്ഡലങ്ങളിൽ 1 മണ്ഡലം ഉടുമ്പൻചോല നമ്മൾ ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റിയാൽ UDF-ന് 3 സീറ്റും LDF-ന് 1 സീറ്റും കിട്ടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. കോട്ടയം ജില്ലയിൽ 9 മണ്ഡലങ്ങളാണുള്ളത്. അവിടെ പാലയിൽ വലിയ മത്സരം നടക്കുന്നു. മാണി C കാപ്പൻ, കേരള കോൺഗ്രസിൻ്റെ ജോസ് K മാണി, BJPയുടെ ഷോൺ ജോർജ്. ഈ മണ്ഡലത്തിൽ ശക്തമായ മത്സരം നടക്കുന്നുണ്ട് എങ്കിലും ഇത് ഹോട്ട്സ്പോട്ടിലേക്ക് നമ്മൾ മാറ്റുന്നില്ല. അവിടെ നമ്മൾ ഈ സീറ്റ് UDF-ന്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കുകയാണ്. അവിടെ ഷോൺ ജോർജ് അവിടെ ഒരു സ്പോയിലറായിട്ട് വരും. അദ്ദേഹം സ്പോയിലർ എന്ന് വിചാരിച്ചത് മറ്റേ ഒരു സ്ഥാനാർത്ഥിയുടെ വിജയത്തെ ഹനിക്കുന്ന രീതിയിലേക്ക് വോട്ട് പിടിക്കുമെന്നുള്ളതാണ്. അവിടെ മാണി C കാപ്പൻ ജയിക്കും. കേരള കോൺഗ്രസിൻ്റെ റോഷി അഗസ്റ്റിൻ ഇടുക്കിയിൽ തോൽക്കാനുള്ള സാധ്യത പോലെ പാലയിൽ ജോസ് K മാണി തോൽക്കാനാണ് സാധ്യത. കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫ് ജയിക്കും. മോൻസ് ജോസഫ് കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫ്. വൈക്കത്ത് P പ്രദീപ്, CPI-യുടെ സീറ്റാണ്. അവിടെ P പ്രദീപ് തന്നെ ജയിക്കും. ഏറ്റുമാനൂരിൽ മന്ത്രി VN വാസവൻ മത്സരിക്കുന്ന മണ്ഡലം. ഏറ്റുമാനൂരിൽ VN വാസവൻ ജയിക്കാനാണ് സാധ്യതയെങ്കിലും നമ്മളത് LDF-ന്റെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നില്ല. ഈ സീറ്റ് നമ്മൾ ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റുകയാണ്. കോട്ടയത്ത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജയിക്കും. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ജയിക്കും. ചങ്ങനാശ്ശേരി കേരള കോൺഗ്രസ് M-ന് വേണ്ടി ജോബ് മൈക്കിൾ, കേരള കോൺഗ്രസിന് വേണ്ടി വിനു ജോബ് കുഴിമണ്ണിൽ, BJPക്ക് വേണ്ടി B രാധാകൃഷ്ണ മേനോൻ. ചങ്ങനാശ്ശേരി നമ്മൾ ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റുകയാണ്. അവിടെ 2 കൂട്ടർക്കും സാധ്യതയുണ്ട്. കാഞ്ഞിരപ്പള്ളിയിൽ LDF കേരള കോൺഗ്രസ് M-ന്റെ N ജയരാജ്. കേരള കോൺഗ്രസ് M-ന് നിലവിൽ 2 മണ്ഡലത്തിലാണ് സാധ്യത. അതൊന്ന് കാഞ്ഞിരപ്പള്ളിയിലും ഒന്ന് റാന്നിയിലുമാണ്. കാഞ്ഞിരപ്പള്ളിയിൽ N ജയരാജ്, റാന്നിയിൽ
പ്രമോദ് നാരായണൻ. പൂഞ്ഞാറിൽ ശക്തമായ മത്സരം. കേരള കോൺഗ്രസ് എമ്മിന് വേണ്ടി സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, BJPക്ക് വേണ്ടി PC ജോർജ്, കോൺഗ്രസിന് വേണ്ടി MJ സെബാസ്റ്റ്യൻ. പൂഞ്ഞാർ നമ്മൾ ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റിയാണ്. അങ്ങനെ നോക്കുമ്പോൾ കോട്ടയത്തെ 9 മണ്ഡലങ്ങളിൽ UDFന് 4 മണ്ഡലങ്ങളിൽ വ്യക്തമായ മേധാവിത്വമുണ്ട്. LDFന് 2 മണ്ഡലങ്ങളിലാണ് മേധാവിത്വമുള്ളത്. ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റിയ 3 മണ്ഡലങ്ങളുണ്ട്. ആലപ്പുഴ നോക്കാം. ആലപ്പുഴയിൽ അരൂരിൽ അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാനെ പരാജയപ്പെടുത്തി ദലീമ ജയിച്ചു കയറാനാണ് സാധ്യത. അരൂർ നമ്മൾ LDFന് മാറ്റിവെക്കുകയാണ്. ചേർത്തല കൃഷിമന്ത്രി മത്സരിക്കുന്ന CPIയുടെ സീറ്റ് P പ്രസാദ് മത്സരിക്കുന്നു. ചേർത്തല നമ്മൾ LDFന് മാറ്റിവെക്കുകയാണ്. ആലപ്പുഴ കോൺഗ്രസിന്റെ മത്സ്യത്തൊഴിലാളി ആയിട്ടുള്ള AD തോമസ് ഒരു യുവമുഖമാണ്, യുവതയുടെ ഒരു പ്രതീകമാണ്. പക്ഷേ CPMന്റെ PP ചിത്തരഞ്ജനെ തോൽപ്പിക്കാൻ കഴിയില്ല. ആലപ്പുഴ AD തോമസ് അവിടെ തന്നെ നിന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ സാധ്യതയുണ്ട്. നിലവിൽ PP ചിത്തരഞ്ജൻ തന്നെയാണ് ജയിക്കാനുള്ള സാധ്യത. അമ്പലപ്പുഴ എല്ലാവരും നോക്കുന്ന മണ്ഡലമാണ്. അവിടെ CPMന് വേണ്ടി H സലാം, UDF സ്വതന്ത്രനായി CPMന്റെ മുതിർന്ന നേതാവ് G സുധാകരൻ മത്സരിക്കുന്ന മണ്ഡലമാണ്. പക്ഷേ അതൊന്നും അവിടെ കാണാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അമ്പലപ്പുഴയിൽ G സുധാകരൻ പരാജയപ്പെടാനാണ് സാധ്യത. പിണറായി വിജയൻ പറഞ്ഞതുപോലെ ബക്കറ്റിൽ നിന്ന് കോരിയെടുക്കുന്ന വെള്ളത്തിന് തിരമാലയാകാൻ കഴിയില്ല. പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് തിരമാലയാകാൻ കഴിയുന്നത്. G സുധാകരൻ അവിടെ തിരമാലയാവില്ല. H സലാം തന്നെ ജയിച്ചു കയറാനാണ് സാധ്യത. കുട്ടനാട് NCPയുടെ തോമസ് K തോമസ്, കേരള കോൺഗ്രസിന്റെ റെജി ചൊറിയാൻ മത്സരിക്കുന്ന മണ്ഡലം. കുട്ടനാട് നമ്മൾ ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റുകയാണ്. ഹരിപ്പാട് കോൺഗ്രസിന്റെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളിൽ ഒരാളായി പരിഗണിക്കുന്ന രമേശ് ചെന്നിത്തല അവിടെ ജയിച്ചു കയറും. കായംകുളത്ത് ശക്തമായ മത്സരം. അഡ്വക്കേറ്റ് U പ്രതിഭയും അഡ്വക്കേറ്റ് M ലിജുവും തമ്മിലുള്ള മത്സരം, അത് ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റുന്നു. മാവേലിക്കരയിൽ CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പെർഫോമൻസ് വൈസ് പ്രധാനപ്പെട്ട MS അരുൺകുമാർ മത്സരിക്കുന്നു. കോൺഗ്രസിന്റെ അഡ്വക്കേറ്റ് മുത്താര രാജ് മത്സരിക്കുന്നു. മാവേലിക്കര LDF ജയിച്ചു കയറാനാണ് സാധ്യത. ചെങ്ങന്നൂരിൽ മന്ത്രി സജി ചെറിയാൻ മത്സരിക്കുന്നു. അഡ്വക്കേറ്റ് AB കുര്യാക്കോസ് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നു. ആ സീറ്റ് ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ 9 മണ്ഡലങ്ങളിൽ UDFന് ഹരിപ്പാട് മാത്രമാണ് ഷുവർ സീറ്റായി നമ്മൾ വെച്ചിരിക്കുന്നത്. LDFന് അവിടെ 5 സീറ്റുണ്ട്. ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റിവെച്ചിരിക്കുന്ന 3 സീറ്റുകളിലും LDFന് സ്വാധീനമുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ 5 മണ്ഡലങ്ങളാണുള്ളത്. 5 മണ്ഡലങ്ങളിൽ തിരുവല്ലയിൽ മാത്യു T തോമസ് മത്സരിക്കുന്നു. അവിടെ കേരള കോൺഗ്രസിന് വേണ്ടി വർഗീസ് മാമൻ മത്സരിക്കുന്നു. BJPക്ക് വേണ്ടി അനൂപ് ആന്റണി മത്സരിക്കുന്നു. BJPക്ക് വേണ്ടി അവിടെ പ്രധാനമന്ത്രിയൊക്കെ വന്ന് തൻ്റെ സഹപ്രവർത്തകനാണ് അനൂപ് ആന്റണി എന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ആ സീറ്റ് ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റുവാണ്. റാന്നിയിൽ പ്രമോദ് നാരായണനാണ് കേരള കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത്. കോൺഗ്രസിന് വേണ്ടി പഴകുളം മധു മത്സരിക്കുന്നു. 2020യുടെ സീറ്റാണ് അവിടെ NDA. റാന്നി നമ്മൾ ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റുകയാണ്. ആറന്മുള ആരോഗ്യമന്ത്രി വീണ ജോർജ് മത്സരിക്കുന്നു. കോൺഗ്രസിന്റെ യുവമുഖം എബിൻ വർക്കി മത്സരിക്കുന്നു. BJPയുടെ സീനിയർ നേതാവ് RSSന്റെ നേതാവൊക്കെ ആയിരുന്ന കുമ്മൻ രാജശേഖരൻ അവിടെ മത്സരിക്കുന്നു. ആറന്മുളയിൽ നമ്മൾ ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റുകയാണ്. കോന്നി മാത്രമാണ് നമ്മൾ അവിടെ ഷുവർ സീറ്റായിട്ട് കണക്കാക്കുന്നത്. അത് LDFന്റെ സിറ്റിംഗ് MLA KU ജനീഷ് കുമാർ അവിടെ സതീഷ് കൊച്ചുപറമ്പലിനെ തോൽപ്പിക്കുമെന്നാണ്. കോന്നി നമ്മൾ LDFന്റെ ഷുവർ സീറ്റാക്കി മാറ്റുന്നു. അടൂരിൽ CPIയുടെ പ്രജി കണ്ണൻ, കോൺഗ്രസിന്റെ CV ശാന്തകുമാർ സീറ്റ് നമ്മൾ ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റുന്നു. അങ്ങനെ നോക്കുമ്പോൾ UDFന് അവിടെ ഒരു ഷുവർ സീറ്റ് എന്ന് പറയാനില്ല. LDFന് അവിടെ കോന്നി ഷുവർ സീറ്റാണ്. മാറ്റിവെച്ചിരിക്കുന്ന 4 സീറ്റുകളിലും LDFനും UDFനും സ്വാധീനമുണ്ട്. കൊല്ലം ജില്ലയിൽ 11 മണ്ഡലങ്ങളാണ് കൊല്ലം ജില്ലയിലുള്ളത്. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി CR മഹേഷ് ജയിച്ചു കയറും. കോൺഗ്രസിന്റെ CR മഹേഷ് ജയിച്ചു കയറും. ചവറ അവിടെ ഷിബു ബേബി ജാൻ്റെ ഒരു തിരിച്ചുവരവാണ് അവിടെ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അത് ചവറ ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റുകയാണ്. കുന്നത്തൂർ അവിടെ UDF കുന്നത്തൂർ നേടും. ഉല്ലാസ് അവിടെ കോവൂർ കുഞ്ഞുമോനെ പരാജയപ്പെടുത്തുമെന്നുള്ളതാണ്. കൊട്ടാരക്കര LDFന്റെ ഷുവർ സീറ്റായി കണക്കാക്കുന്നു. അവിടെ ധനമന്ത്രി KN ബാലഗോപാലൻ ഐഷ പോറ്റിയെ തോൽപ്പിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പത്തനാപുരത്ത് വലിയ മത്സരം നടക്കുന്നു. ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ KB ഗണേഷ് കുമാർ, ജ്യോതികുമാർ ചാമക്കാലയാണ് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത്. പത്തനാപുരം നമ്മൾ ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റുകയാണ്. പുനലൂർ അവിടെ C അജയപ്രസാദ് CPIക്ക് വേണ്ടി മത്സരിക്കുന്നു. നൗഷാദ് യൂനസാണ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി. പുനലൂരിൽ നമ്മൾ
അത് LDF വേണ്ടി മാറ്റുകയാണ്. ചടയമംഗലത്ത് LDF ചിഞ്ചുറാണി, CPIയുടെ ചിഞ്ചുറാണി മത്സരിക്കുന്നു. മന്ത്രിയായിരുന്നു ചിഞ്ചുറാണി, അവിടെ ജയിച്ചു കയറും. ചടയമംഗലം LDF അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ്. കുണ്ടറയിൽ PC വിശ്വനാഥും SL സജികുമാറാണ് മത്സരിക്കുന്നത്. കുണ്ടറ നമ്മൾ UDF അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. PC വിശ്വനാഥ് അവിടെ ജയിച്ചു കയറുന്നു. കൊല്ലത്ത് S ജയമോഹനും കോൺഗ്രസിൻ്റെ ബിന്ദു കൃഷ്ണയുമാണ് മത്സരിക്കുന്നത്. S ജയമോഹൻ CPM വേണ്ടി മത്സരിക്കുന്നു. കൊല്ലം നമ്മൾ UDF അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ്. അവിടെ ബിന്ദു കൃഷ്ണ വിജയിച്ചു കയറാനാണ് സാധ്യത. ഇരവിപുരത്ത് CPM വേണ്ടി M നൌഷാദും RSPക്ക് വേണ്ടി വിഷ്ണുമോഹനും മത്സരിക്കുന്നു. ഇരവിപുരം നമ്മൾ LDF അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ്. ചാത്തന്നൂരിൽ വലിയ മത്സരം. അവിടെ BJP 2ാം സ്ഥാനത്ത് BB ഗോപകുമാർ, അവിടെ ആദ്യ സ്ഥാനത്ത് നിൽക്കുന്നത് CPIയുടെ R രാജേന്ദ്രനാണ്. ചാത്തന്നൂർ നമ്മൾ ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റുകയാണ്. UDF 4, LDF 4, ഹോട്ട്സ്പോട്ടിൽ 3 മണ്ഡലങ്ങൾ. അവസാന ജില്ലയായ തിരുവനന്തപുരത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ വർക്കലയിൽ V ജോയ് ജയിക്കാനാണ് സാധ്യതയെങ്കിലും നമ്മൾ വർക്കല ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റുകയാണ്. ആറ്റിങ്ങലിൽ LDF കൊടുക്കുകയാണ്. OS അംബിക അവിടെ വിജയിച്ചു കയറും. ചിറയൻകീഴ് മനോജ് B ഇടമന CPIയുടെ സ്ഥാനാർത്ഥി, അവിടെ LDF സാധ്യതയുണ്ട്. LDF അക്കൗണ്ടിലേക്ക് ചിറയൻകീഴ് മാറ്റുകയാണ്. നെടുമങ്ങാട് ഭക്ഷ്യമന്ത്രി GR അനിൽ ജയിച്ചു കയറും, LDF കൊടുക്കുന്നു. വാമനപുരം CPM സമർത്ഥനായിട്ടുള്ള നേതാവ്, സമർത്ഥനം എന്ന് വെച്ചാൽ പെർഫോമൻസ് വൈസ് നല്ല നേതാവ് DK മുരളിയും കോൺഗ്രസിന് വേണ്ടി സുധീഷ പാലായോടും മത്സരിക്കുന്നു. അത് ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റുന്നു. കഴക്കൂട്ടത്ത് വലിയ മത്സരം. അത് കടകംപള്ളി സുരേന്ദ്രനും LDF കടകംപള്ളി സുരേന്ദ്രനും BJPയുടെ V മുരളീധരനും തമ്മിലാണ്. ശരത്ചന്ദ്ര പ്രസാദ് അവിടെ 3ാം സ്ഥാനത്തേക്ക് പോകാനാണ് സാധ്യത. അത് ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റുന്നു. വട്ടിയൂർക്കാവ് VK പ്രശാന്ത്, R ശ്രീലേഖ, K മുരളീധരൻ മത്സരിക്കുന്നു. വട്ടിയൂർക്കാവ് ശക്തമായ മത്സരം, ഇഞ്ചോടിഞ്ച് മത്സരം. അത് ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റുന്നില്ല. നമ്മൾ മണലൂർ കൊടുത്തതുപോലെ, തൃപ്പൂണിത്തുറ കൊടുത്തതുപോലെ വട്ടിയൂർക്കാവ് UDF അക്കൗണ്ടിലേക്ക് കൊടുക്കുകയാണ്. അവിടെ K മുരളീധരൻ ജയിച്ചു കയറും. തിരുവനന്തപുരം മണ്ഡലത്തിൽ സുധീർ കരമനയും CP ജോണും കരമന ജയനുമാണ്. അവിടെ CMPയുടെ UDF വേണ്ടി CP ജോൺ ജയിച്ചു കയറും. നേമത്ത് V ശിവൻകുട്ടിയും രാജീവ് ചന്ദ്രശേഖരും KS ശബരിനാഥുമാണ്. ശബരിനാഥ് 3ാം സ്ഥാനത്തേക്ക് പോവും. നേമത്ത് BJPയുടെ രാജീവ് ചന്ദ്രശേഖർ, BJPയുടെ ഒരു ഷുവർ സീറ്റ് എന്ന് പറയുന്നത് നേമം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അരുവിക്കരയിൽ G സ്റ്റീഫനും VS ശിവകുമാറുമാണ്. G സ്റ്റീഫൻ വളരെ നല്ല MLA ആണ്. പക്ഷേ വാശിയേറിയ പോരാട്ടത്തിൽ VS ശിവകുമാറിന് അരുവിക്കര UDF കൊടുക്കുകയാണ്. പാറശാലയിൽ CK ഹരീന്ദ്രൻ, CPM CK ഹരീന്ദ്രൻ ജയിച്ചു കയറും. കാട്ടാക്കടയിൽ IB സതീഷും MR ബൈജുവും PK കൃഷ്ണദാസും തമ്മിലുള്ള പോരാട്ടമാണ്. അവിടെ അത് UDF കൊടുക്കുകയാണ്. MR ബൈജു ജയിച്ചു കയറും. കോവളത്ത് സിറ്റിംഗ് MLA M വിൻസെന്റ് ജയിച്ചു കയറാനാണ് സാധ്യത. നെയ്യാറ്റിങ്കരയിൽ K അൻസലിനും N ശക്തനും, അൻസലിനും ശക്തനായിട്ടുള്ള കാൻഡിഡേറ്റാണ്, സ്ഥാനാർത്ഥിയാണ്. പൊരിഞ്ഞ മത്സരം നടക്കുന്നു. നെയ്യാറ്റിൻകരയിൽ നമ്മൾ അത് UDF കൊടുക്കുകയാണ്. അവിടെ 14 മണ്ഡലങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ UDF 6 മണ്ഡലങ്ങളുണ്ട്, LDF 4 മണ്ഡലങ്ങളുണ്ട്, BJPക്ക് ഒരു ഷുവർ സീറ്റ് ഉണ്ട്. 3 മണ്ഡലങ്ങൾ കഴക്കൂട്ടും വാമനപുരവും വർക്കലയും ഹോട്ട്സ്പോട്ടിൽ വെച്ചിരിക്കുകയാണ്. ഹോട്ട്സ്പോട്ടിൽ നമ്മൾ 36 മണ്ഡലങ്ങളാണ് ഹോട്ട്സ്പോട്ടിൽ വന്നിരിക്കുന്നത്. കൂത്തുപറമ്പ്, കോഴിക്കോട് നോർത്ത്, കൊയിലാണ്ടി, എലത്തൂർ, ബേപ്പൂർ, മാനന്തവാടി, തവനൂർ, പൊന്നാനി, തൃത്താല, കോങ്ങാട്, പാലക്കാട്, ചിറ്റൂർ, ഗുരുവായൂർ, തൃശൂർ, ഇരിങ്ങാലക്കുട, കളമശ്ശേരി, വൈപ്പിൻ, കൊച്ചി, കോതമംഗലം, ഉടുമ്പൻചോല, ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി, പൂഞ്ഞാർ, കുട്ടനാട്, കായംകുളം, ചെങ്ങന്നൂർ, തിരുവല്ല, റാന്നി, ആറന്മുള, അടൂർ, ചവറ, പത്തനാപുരം, ചാത്തന്നൂർ, വർക്കല, വാമനപുരം, കഴക്കൂട്ടം 36 മണ്ഡലങ്ങളാണ് ഹോട്ട്സ്പോട്ടിൽ ശക്തമായ മത്സരം നടക്കുന്നതെന്ന് പറയുന്നത്. ഈ മാറ്റിവെച്ച 36 മണ്ഡലങ്ങളിൽ ഭൂരിഭാഗവും CPM സിറ്റിംഗ് സീറ്റാണെന്നുള്ളതാണ്. ഇപ്പോൾ ഗുരുവായൂർ ഇതിൽ പെട്ടിട്ടുണ്ട്, കളമശ്ശേരി ഇതിൽ പെട്ടിട്ടുണ്ട്, വൈപ്പിൻ പെട്ടിട്ടുണ്ട്, കൊച്ചി പെട്ടിട്ടുണ്ട്, കോതമംഗലം, ഏറ്റുമാനൂരിലൊക്കെ VN വാസവൻ ജയിക്കാനുള്ള സാധ്യതയാണ്. പക്ഷെ നമ്മൾ ഈ മണ്ഡലമെല്ലാം 36 മണ്ഡലം ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. 36 മണ്ഡലം മാറ്റിക്കഴിയുമ്പോൾ ബാക്കിയുള്ള ഷുവർ സീറ്റുകളിൽ 58 മണ്ഡലങ്ങൾ UDF അക്കൗണ്ടിലും 45 മണ്ഡലങ്ങൾ LDF അക്കൗണ്ടിലും 1 മണ്ഡലം BJPയുടെ അക്കൗണ്ടിലുമാണ്. 58 മണ്ഡലങ്ങൾ UDF അക്കൗണ്ടിൽ, 45 മണ്ഡലങ്ങൾ LDF അക്കൗണ്ടിൽ, 1 മണ്ഡലം നേമം BJPയുടെ അക്കൗണ്ട്. 70ലേക്ക് എത്താൻ UDF 12 മണ്ഡലങ്ങൾ കൂടിയാണ്. ഈ 36 ഹോട്ട്സ്പോട്ട് മണ്ഡലങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ
UDF 70-ലേക്ക് എത്താൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? 36 മണ്ഡലങ്ങളിൽ 12 മണ്ഡലങ്ങൾ UDF ഈ ഹോട്ട്സ്പോട്ടിൽ നിന്ന് പിടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പാലക്കാട് ശോഭാ സുരേന്ദ്രനെ തോൽപ്പിച്ച് രമേശ് പിഷാരടി വിജയിക്കുകയാണെങ്കിൽ, ചിറ്റൂരിൽ മുരുകദാസിനെ പരാജയപ്പെടുത്തി സുമേഷ് അച്യുതൻ ജയിക്കുകയാണെങ്കിൽ, തൃത്താരയിൽ പൊരിഞ്ഞ പോരാട്ടത്തിൽ MB രാജേഷിനെ BT ബലറാം പരാജയപ്പെടുത്തുകയാണെങ്കിൽ, കോതമംഗലത്ത് ആന്റണി ജോണിനെ ഷിബു തെക്കുംപുറം പരാജയപ്പെടുത്തുകയാണെങ്കിൽ, ചങ്ങനാശ്ശേരിയിൽ വിനു ജോബ് കുഴിമണ്ണിലിനെ ജോബ് മൈക്കിളിനെ വിനു ജോബ് കുഴിമറ്റം പരാജയപ്പെടുത്തുകയാണെങ്കിൽ, പൂഞ്ഞാറിൽ MJ സെബാസ്റ്റ്യൻ ജയിക്കുകയാണെങ്കിൽ, കുട്ടനാടിൽ തോമസ് കെ തോമസിനെ റെജി ചെറിയാൻ പരാജയപ്പെടുത്തുകയാണെങ്കിൽ, തിരുവല്ലൂരിൽ മാത്യു ടി തോമസിനെ വർഗീസ് മാമൻ അട്ടിമറിക്കുകയാണെങ്കിൽ, ആറന്മുളയിൽ വീണ ജോർജിനെ എബിൻ വർക്കി അട്ടിമറിക്കുകയാണെങ്കിൽ, അടൂരിൽ CV ശാന്തകുമാർ ജയിക്കുകയാണെങ്കിൽ, ചാവറയിൽ ഷിബു ബേബി ജോൺ തിരിച്ചു വരികയാണെങ്കിൽ, പത്തനാപുരത്ത് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനെ ജ്യോതികുമാർ ചാമക്കാൽ അട്ടിമറിക്കുകയാണെങ്കിൽ, ഈ 12 മണ്ഡലങ്ങൾ പാലക്കാട്, ചിറ്റൂർ, തൃത്താല, കോതമംഗലം, ചങ്ങനാശ്ശേരി, പൂഞ്ഞാർ, കുട്ടനാട്, തിരുവല്ല, ആറന്മുള, അടൂർ, ചവറ, പത്തനാപുരം, ഈ 12 മണ്ഡലങ്ങൾ UDF ഹോട്ട്സ്പോട്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ 70 മണ്ഡലങ്ങളായി UDF-ന്റെ. ഇനി എന്തെങ്കിലും സാധ്യതയുണ്ടോ UDF? 58 ഷുവർ സീറ്റുകൾ, 36 ഹോട്ട്സ്പോട്ടിൽ നിന്ന് പിടിച്ചെടുക്കുന്ന 12 സീറ്റുകൾ, ഇനി എന്തെങ്കിലും സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. കൊയിലാണ്ടിയിൽ K പ്രവീൺ കുമാർ ജയിക്കാൻ സാധ്യതയുണ്ട്. കൂത്തുപറമ്പ് ജയന്തി രാജന് സാധ്യതയുണ്ട്. തവനൂരിൽ KT ജലീലിനെ VS ജോയ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ട്. ഇരിങ്ങാലക്കുടയിൽ R ബിന്ദുവിനെ അട്ടിമറിക്കാൻ തോമസ് ഉണ്ണിയാടിന് കഴിയുമോ? കളമശ്ശേരിയിൽ P രാജീവനെ, ശക്തനായിട്ടുള്ള മന്ത്രി, പെർഫോമൻസ് വൈസ്, വികസന പ്രവർത്തനങ്ങൾ വൈസ് മുന്നിട്ട് നിൽക്കുന്ന P രാജീവനെ അട്ടിമറിക്കാൻ ലീഗിന്റെ അബ്ദുൽ ഗഫീറിന് കഴിയുമോ? കൊച്ചിയിൽ MB ഷൈനിയെ പരാജയപ്പെടുത്താൻ മുഹമ്മദ് ഷിയാസിന് കഴിയുമോ? റാന്നിയിൽ പ്രമോദ് നാരായണനെ പരാജയപ്പെടുത്താൻ പഴകുളം മധുവിന് കഴിയുമോ? ഉടുമ്പൻചോലയിൽ സേനാധിപതി വേണുവിന് വിജയിക്കാൻ കഴിയുമെങ്കിൽ 70+7, 70+8, 77 സീറ്റുമായി UDF കേരളത്തിന്റെ ഫോട്ടോ ഫിനിഷിംഗ് മത്സരത്തിൽ, കേരളം ഒരു ഫോട്ടോ ഫിനിഷിംഗിലേക്ക് പോവുകയാണെങ്കിൽ 77 സീറ്റുകളുമായി, പരമാവധി 77 സീറ്റുകളുമായി UDF അധികാരത്തിൽ. കണക്കുകൂട്ടലുകളിൽ 58 സീറ്റാണ് UDF-ന് ഷുവർ സീറ്റായി കണക്കാക്കുന്നത്. 45 സീറ്റാണ് LDF-ന് ഷുവർ സീറ്റായി കണക്കാക്കുന്നത്. പക്ഷേ UDF-ന് പിന്നെയും സാധ്യതകളുണ്ട്. നമ്മൾ മാറ്റിവെച്ച 36 മത്സരങ്ങൾ നടക്കുന്ന, ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടക്കുന്ന, അതിൽ നമ്മൾ തൃശ്ശൂർ കൊടുത്തിരുന്നു, കളമശ്ശേരി ഉണ്ടായിരുന്നു, വൈപ്പിനുണ്ടായിരുന്നു, പല മണ്ഡലങ്ങളുമുണ്ട്. ആ 12 മണ്ഡലങ്ങൾ UDF പിടിക്കുകയാണെങ്കിൽ 70-ലേക്ക് എത്തും. പല സ്ഥലത്തും അട്ടിമറി പ്രതീക്ഷിക്കാം. ഇഞ്ചോടിഞ്ചി പോരാട്ടങ്ങൾ നടക്കുകയാണെങ്കിലും ചിലപ്പോൾ പ്രഗത്ഭരായിട്ടുള്ള മന്ത്രിമാർ, വീണ ജോർജ് അടക്കമുള്ള മന്ത്രിമാർ തോറ്റേക്കാം. അങ്ങനെയാണെങ്കിൽ 77 സീറ്റ് UDF-ന് കിട്ടാം. ഞാൻ പറയുന്നു 72 മുതൽ 77 സീറ്റ് വരെയാണ് UDF-ന് കിട്ടാനുള്ള സാധ്യത. 72 മുതൽ 77 സീറ്റ് വരെ. LDF-ന് 62 മുതൽ 67 സീറ്റ് വരെ. BJP-ക്ക് 1 സീറ്റ് മുതൽ 4 സീറ്റ് വരെ. ആ 4 സീറ്റുകൾ എന്ന് പറയുന്നത് നേമം ഷുവർ സീറ്റാണ്. അതുകൂടാതെ കഴക്കൂട്ടമുണ്ട്, പാലക്കാടുണ്ട്, ചാത്തന്നൂർ വരെ ഒരു സാധ്യതയായി കണക്കാക്കും. 1 മുതൽ 4 വരെ BJP-ക്ക്, LDF-ന് 62 മുതൽ 67 വരെ, UDF-ന് 72 മുതൽ 77 വരെ. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അനുകൂലിക്കാനോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ മുന്നണിയെ പ്രതികൂലിക്കാനോ എതിർക്കാനോ ഉള്ള കണക്കുകൂട്ടലുകളല്ല. ഇത് ഓരോ മണ്ഡലത്തിലെയും വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ച് ഒരു അക്കാദമിക് പരിസരത്ത് നിന്നുകൊണ്ടുള്ള ഒരു അവലോകനം മാത്രമാണ്. ഒരുപക്ഷെ ഇത് തെറ്റിയേക്കാം. ഇതൊരു ഗവേഷണ തൽപരതയോടുകൂടി ചെയ്യുന്നതാണ്. എനിക്കോ എൻ്റെ കൂടെ ഇതിനു വേണ്ടി സഹായിക്കുന്ന ആളുകൾക്കോ രാഷ്ട്രീയമില്ല. എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് മാനവികതയും മനുഷ്യത്വവും ഉയർത്തിപ്പിടിക്കുന്ന കേരളം നിലനിൽക്കാൻ വേണ്ടി ജനാധിപത്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഉത്സവമായിട്ടുള്ള ഈ ജനാധിപത്യ പ്രക്രിയയിൽ വോട്ടവകാശമുള്ള എല്ലാവരും വോട്ട് ചെയ്യണമെന്നാണ് നമ്മൾ അഭ്യർത്ഥിക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണ് ഓരോ തെരഞ്ഞെടുപ്പുകളും. അതിൽ ഭാഗമാവണം. കവി പാടിയതുപോലെ മാമലകൾക്കപ്പുറത്ത്, മരതകക്കാടുകൾക്കപ്പുറത്ത്
മലയാളം എന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളം എന്നൊരു നാടുണ്ട്. മനുഷ്യത്വവും മാനവികതയും ഉയർത്തിപ്പിടിക്കുന്ന ഈ കേരളം നിലനിൽക്കാൻ അതിനായിരിക്കട്ടെ ഓരോരുത്തരുടെയും വോട്ട്. എല്ലാവർക്കും നമസ്കാരം.